ഫിനാലെ വീക്കിലെ വോട്ടിംഗ് റിസൾട്ട്സാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. മൊത്തം 7 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഇതിനകത്ത് 2 പേര് ഇനി ഔട്ടാവാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒരു യൂട്യൂബ് പോൾസിൻ്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ പറഞ്ഞുതരാം. അതായത് 67,000 പേര് പാർട്ടിസിപ്പേറ്റ് യൂട്യൂബ് പോളിനകത്ത് 53% അനുമോക്ക് കൊടുത്തിട്ടുണ്ട്, 31% അനീഷിന് കൊടുത്തിട്ടുണ്ട്. അതായത് വേറൊരു യൂട്യൂബ് പോളിനകത്ത് മൊത്തം 86,000 പേര് പാർട്ടിസിപ്പേറ്റ് യൂട്യൂബ് പോളിനകത്ത് 60% അനുമോക്കും കൊടുത്തിട്ടുണ്ട്, 27% അനീഷിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ്. 21,938 വോട്ടുകളുമായിട്ട് അനുമോൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് തൊട്ട് പുറകിൽ അനീഷുണ്ട്. 20,918 വോട്ടുകളുമായിട്ട് അനീഷ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു അൺഒഫീഷ്യൽ പോളാണ്, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഷാനവാസാണ്. 18,262 വോട്ടുകളുമായിട്ട് ഷാനവാസാണ് ഇപ്പോൾ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഷാനവാസിൻ്റെ തൊട്ട് പുറകിൽ നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ നൂറയാണ്. 16,718 വോട്ടുകളുമായിട്ട് നൂറയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നെവിനാണ്. 14,627 വോട്ടുകളുമായിട്ട് നെവിനാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് ആറാം സ്ഥാനത്ത് യാതൊരു വോട്ടിംഗ് മുന്നേറ്റവും ഇല്ലാണ്ട് നിൽക്കുന്നത് നമ്മുടെ അക്ബർ തന്നെയാണ്. 12,579 വോട്ടുകളുമായിട്ട് അക്ബർ തന്നെയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ആദിലയാണ്. 11,252 വോട്ടുകളുമായിട്ട് ആദിലയാണ് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് വോട്ടിങ്ങിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആദിലയാണ്. അതായത് ഒരു മിഡ് വീക്ക് വിഷൻ ഉണ്ടെങ്കിൽ ഔട്ടാവാൻ സാധ്യത കൂടുതൽ ആദിലേക്ക് തന്നെയാണ്. പിന്നെ ഇതേപോലത്തെ പ്രൊമോ അപ്ഡേറ്റ്സിനും പിന്നെ വോട്ടിംഗ് അപ്ഡേറ്റ്സിനുമായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.